ഹരി ഓം നമഃ ശിവായ. എല്ലാ സനാതന സാരഥികൾക്കും ശ്രീ ശങ്കര ഡിവോഷണൽ സെഗ്മെൻറ്റിലേക്ക് ഈ എളിയവൻ്റെ വലിയ സ്വാഗതം. നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം പലരും അനേക പ്രാവശ്യങ്ങളായി ചോദിക്കുന്ന ഒരു ചോദ്യം, പിതൃക്കളെ അല്ലെങ്കിൽ എൻ്റെ അച്ഛനെ അല്ലെങ്കിൽ അമ്മയെ ജീവിച്ചിരിക്കുമ്പോൾ ഒരുപാട് നോക്കി, ഇനിയിപ്പോൾ നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനെ പറയുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. ചിലരെന്താ പറയണമെന്ന് വെച്ചാൽ ഇതൊക്കെ അതിൻ്റെ ഒരു ആവശ്യകതയേ ഇല്ല, ഇതൊക്കെ വെറും മനസ്സിൻ്റെ ഒരു തോന്നലാണ്. അങ്ങനെയുള്ള ഈ പ്രശ്നങ്ങൾക്ക്, ഈ ചിന്താഗതികൾക്ക് കാരണം അവരുടെ മുൻജന്മ ദുരിതങ്ങൾ തന്നെയാണ് അവരെ അങ്ങനെ കൊണ്ട് ചിന്തിപ്പിക്കുന്നത്. പറഞ്ഞു വന്നത്, പിതൃക്കളെ മോക്ഷഗതി വരുത്തുന്ന ഒരു ക്രിയ. നമ്മൾക്കറിയാം, എല്ലാ ജ്യോത്സ്യന്മാരോടും ചെന്ന് നോക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം, പിതൃശുദ്ധി ഇല്ല, പിതൃക്കളിലെ ദോഷമുണ്ട്, അതിനാലാണ് ഇപ്പോൾ കടങ്ങൾ വന്ന് കയറിയത്, സന്താന ക്ലേശങ്ങൾ അനുഭവിക്കുന്നത്. ഈ ദുഃഖങ്ങൾക്കെല്ലാം കാരണം മോശപ്പെടാതെ ഗുരുക്കന്മാർ കിടക്കുന്നുണ്ട്, നമുക്ക് മുൻപേ മരിച്ചുപോയ നമ്മുടെ പിതൃക്കൾ കിടക്കുന്നുണ്ട് എന്നർത്ഥം. അപ്പോൾ അങ്ങനെയുള്ള പ്രേതദോഷങ്ങൾക്ക് ഒരു കൊടുമുടിയായിരിക്കുന്ന ഒരു പരിഹാരം തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം. പിതൃക്കൾക്ക് മോക്ഷം കിട്ടാതെ കിടക്കുന്നുണ്ടെങ്കിൽ, 21 തലമുറയ്ക്ക് ഇപ്പുറത്തുള്ള പിതൃക്കൾക്ക് മോക്ഷം കിട്ടാതെ കിടക്കുന്നുണ്ടെങ്കിൽ, സകല പാപങ്ങളാണ് ഈ മോക്ഷഗതിക്ക് കാരണമെന്നുണ്ടെങ്കിൽ, അവയെല്ലാം കഴുകിക്കളഞ്ഞുകൊണ്ട് പിതൃക്കളെ മോശപ്പെടുത്തിക്കൊണ്ട് ജീവിത വിജയത്തിന് എല്ലാ വഴിയും അടഞ്ഞതിന് ശേഷം ഇനിയൊരു വഴിയില്ല എന്ന് പറഞ്ഞ് സ്വയം ശപിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും അറ്റത്തുള്ള പരിഹാരം തിരുനെല്ലി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. കർമ്മികളെല്ലാവർക്കും അറിയാം, അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ ചിലപ്പോൾ ഒരല്പം നോക്കാനൊക്കെ പറ്റിയിട്ടുണ്ടാവില്ല. എന്നിരുന്നാലും മരണശേഷമാണ് അച്ഛനെ മകൻ മോക്ഷപ്പെടുത്തേണ്ടത് എന്ന് കർമ്മികൾക്കും ജ്യോത്സ്യന്മാർക്കൊക്കെ വളരെ വിശേഷമായി അറിയാം. എന്ന് വെച്ച് ജീവിച്ചിരിക്കുമ്പോൾ നോക്കണ്ട എന്നല്ല പറഞ്ഞതിനർത്ഥം, നോക്കണം. അങ്ങനെയുള്ള പല പൂജകളും പരിഹാരങ്ങളും ചെയ്തിട്ടും പ്രേതസാന്നിധ്യങ്ങൾ ഒഴിയുന്നില്ലെങ്കിൽ ഉറപ്പിക്കാം, മുൻജന്മ ശാപങ്ങളും കൂടി ആ പിതൃവിനെ ചുറ്റിപ്പറ്റി കിടക്കുന്നുണ്ട്. അതിനുള്ള പരിഹാരം കേരളത്തിലെ പിതൃമോക്ഷത്തിന് അത്യുന്നതമായിരിക്കുന്ന തിരുനെല്ലി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. കമ്പമല, കരിമല, വരടിക എന്ന് പറയുന്ന ആ 4 മലയ്ക്കുള്ളിലാണ്, ബ്രഹ്മഗിരി എന്ന് പറയുന്ന 4 മലയ്ക്കുള്ളിലാണ്, നടുക്കാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ പ്രധാന വഴിപാടുകളും പിതൃക്കളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കർമ്മങ്ങളാണ് ഇവിടെ പ്രധാനം. ഇവിടുത്തെ ഉത്സവം എന്ന് പറഞ്ഞാൽ
നിറപുത്തിരി, നവരാത്രി, ശിവരാത്രി, കർക്കിടകവാവ് എന്നിവയാണ്. ദക്ഷിണ കാശി എന്നും ഈ സ്ഥലത്തിന് പ്രാധാന്യമുണ്ട്. ചേര രാജാക്കന്മാരാണ് ഇത് പണി കഴിപ്പിച്ചതെന്നും അതുമല്ലെങ്കിൽ അവരായിരിക്കാം ഇത് പുനർനിർമ്മാണം ചെയ്യപ്പെട്ടിരിക്കുന്നതെന്നൊക്കെ നമ്മുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പുരാവസ്തു ഗവേഷകർ കണ്ടെത്തുകയുണ്ടായി. AD 9-ാം നൂറ്റാണ്ട് കാലത്തെ ചെമ്പോല ലിഖിതങ്ങൾ കാണാനിടയായി. അതുപോലെ തന്നെ 12 രാശി പണമുള്ള കാലം, അതും 9-ാം നൂറ്റാണ്ട് കാലത്താണെന്ന് തെളിയിക്കപ്പെട്ടിട്ട്. അപ്പം അത്രയും പുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് തിരുനെല്ലി. ഈ ക്ഷേത്രത്തിന് തീർത്ഥക്കുളമില്ല, അതായത് നിവേദ്യങ്ങൾ ഉണ്ടാക്കുന്ന തീർത്ഥക്കിണറില്ല. അതിന് പകരമായി ബ്രഹ്മഗിരിയിൽ നിന്ന് ഒരു കൽപ്പാത പോലെ ഉണ്ടാക്കി അത് തിടപ്പള്ളിയിലേക്ക് വന്നു ചേരും. അതിൽ നിന്നാണ് അഭിഷേകങ്ങൾക്കും നിവേദ്യങ്ങൾക്കുമെല്ലാം തീർത്ഥം എടുക്കുന്നത്. കിണറില്ല എന്നതാണ് ഇവിടുത്തെ മറ്റൊരു പ്രധാനം. തിടപ്പള്ളിക്ക് ഈ കൽപ്പാതയിലൂടെ വെള്ളം വരും, അതെടുത്ത് പുണ്യാഹവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ഈ ക്ഷേത്രത്തിന് കാസർഗോഡ് കുമ്പിളി എന്ന് പറയുന്ന ക്ഷേത്രം, കുറുമ്പ്രനാട് എന്ന് പറയുന്ന ആ രാജവംശവുമായിട്ടൊക്കെ ഒരുപാട് ബന്ധങ്ങളൊക്കെ പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. അത്രയും പഴക്കമുള്ള, പിതൃക്കൾ മോക്ഷപ്പെടാതെ കിടക്കുന്നുണ്ടെങ്കിൽ അവിടെ പോയി ആ ബ്രഹ്മതീർത്ഥത്തിൽ സ്നാനം ചെയ്ത് പിതൃക്കൾക്ക് ബലി കൊടുത്താൽ നിങ്ങളുടെ സകല പാപങ്ങളും പിതൃദുരിതങ്ങളും തീർന്നിരിക്കും. അത് അത്രയും അറ്റ കൈക്ക് ചെയ്യുന്ന ഒരു ക്രിയയാണ് അവിടെ പോവുക എന്നുള്ളത്. അവിടെ നമ്മൾ ചെന്ന് പോകുമ്പോൾ തലേ ദിവസം പോയി ദീപാരാധന തൊഴണം. അപ്പോൾ അവിടുത്തെ ആചാര്യൻ നമ്മൾക്ക് അവിടുത്തെ ശിഷ്ടങ്ങളെല്ലാം പറഞ്ഞു തരും. പിറ്റേ ദിവസമാണ് അവിടെ ബ്രഹ്മഗിരിയിൽ പോയി നമ്മൾ ബലികർമ്മങ്ങൾ ചെയ്യേണ്ടത്. പഞ്ചപാണ്ഡവർ നിർമ്മിച്ച 5 കൊച്ചു കൊച്ചു കിണറുകളെയും അവിടെ കാണാൻ പറ്റും. അതിൽ ബ്രഹ്മതീർത്ഥം, പിണ്ടതീർത്ഥം, പാദതീർത്ഥം, പാപനാശിനി എന്നൊക്കെ പറയുന്ന ഓരോ തീർത്ഥങ്ങളും അവിടെ കാണാനിട വരും. ഈ കിണറിലൊക്കെ വെള്ളം തെളിച്ച് നമ്മൾ പോകണം. ബ്രഹ്മഗിരി കടന്ന് പിന്നെ വരുന്ന ആ ക്ഷേത്രത്തിൻ്റെ പല പല ഭാഗങ്ങളിലും പല പല ചാലുകൾ, അതായത് വെള്ളച്ചാലുകൾ മലയിൽ നിന്ന് വരുന്നതായി കാണാം. അവിടെയെല്ലാം നമ്മൾ സ്നാനം ചെയ്ത് പിതൃക്കൾക്ക് വേണ്ടുന്ന കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച് വേണം ക്ഷേത്രത്തിലേക്ക് എത്താൻ. ചിതാഭസ്മം കൊണ്ടുപോകുന്നവരാണെങ്കിൽ മറ്റൊരു സ്ഥലമുണ്ട് അവിടെ ഒഴുക്കാനായിട്ട്. അതിനും പ്രത്യേക സ്ഥലങ്ങളുണ്ട്. പുലയുള്ളവർ അവിടെ കടക്കാനും പാടില്ല. അതിക്ക് മുൻപ് പുല കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അവിടെ ദർശനം ചെയ്യാൻ പാടുള്ളൂ. ഈ ക്ഷേത്രത്തിന് പ്രത്യേകത എന്ന് വെച്ചാൽ പരശുരാമനും ജമദഗ്നിയും, പരശുരാമൻ്റെ അച്ഛനും ശ്രീരാമസ്വാമിയും ഇവിടെ ബലികർമ്മങ്ങൾ ചെയ്ത് മോക്ഷഗതി വരുത്തിയ പുണ്യസ്ഥലമാണ്. ദക്ഷിണ കാശി എന്നാണ് ഈ ക്ഷേത്രത്തിന് പറയുന്ന മറ്റൊരു പേര്. ഗയ എന്ന് പറയുന്ന സ്ഥലത്ത് അസുരൻ്റെ പോഷാണഭേദി എന്ന് പറയുന്ന അസുരൻ്റെ
ശിരസ്സും തിരുനെല്ലിയിൽ പോഷാണ വേദി എന്ന് പറയുന്ന അസുരൻ്റെ പാദവും സ്ഥിതി ചെയ്യുന്നു എന്നാണ് ഐതിഹ്യം. അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകത. ഇവിടെ ഏത് മോക്ഷപ്പെടാതെ കിടക്കുന്ന പിതൃക്കളും മോക്ഷപ്പെടും, എല്ലാ പാപങ്ങളും തീരും. ഈ ഭഗവാന്റെ ഈ പോഷാണഭേദി എന്ന് പറയുന്ന ഈ അസുരൻ്റെ ആ ഒരു വലിയൊരു പാറയുണ്ട്. ആ പാറയിലൂടെ വെള്ളം ഒഴുകും. അപ്പോഴാണ് അത് പാപനാശിനിയാകുന്നത്. മഹാവിഷ്ണു ഭഗവാൻ തന്നെയാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു വരവും കൂടി കൊടുത്തത്. നിന്റെ ദേഹത്തുകൂടെ ഒഴുകുന്ന ജലം ഏതൊരു ഭക്തൻ്റെ ദേഹത്ത് വീഴുന്നുവോ സകല പാപങ്ങളും നശിക്കും എന്ന് മഹാവിഷ്ണു വരം കൊടുത്തു അത്രേ. അപ്പോൾ തീർച്ചയായും തിരുനെല്ലിയിൽ പിതൃക്കൾക്ക് ബലിയിടാൻ പോകുന്നവർ അവിടെ പോയി നമ്മൾ ആ തീർത്ഥത്തിൽ മുങ്ങിയിരിക്കണം. യുഗജന്മ മുൻജന്മ ജന്മജന്മാന്തര ശാപങ്ങളെല്ലാം തീരും. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് കിഴക്ക് വടക്ക് ഭാഗത്ത് 30 കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം. ബലിയിടാൻ പോകുന്നവർ തലേദിവസം തന്നെ പോയി റൂമൊക്കെ എടുത്ത് സന്ധ്യയ്ക്കുള്ള ദീപാരാധന കണ്ടു തൊഴണം. അപ്പോൾ അവിടുത്തെ തിരുമേനി കൂടുതൽ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. ഈ ക്ഷേത്രത്തിന് ഇങ്ങനൊരു പേര് വരാൻ കാരണം പണ്ട് സുഹൃത്തുക്കളായിട്ടുള്ള നമ്പൂതിരിമാര് യാത്രാമധ്യേ വിശന്ന് കരയേണ്ട ഒരവസ്ഥ വന്നപ്പോൾ ഒരു അശരീരി കേൾക്കുകയുണ്ടായത്രേ. അങ്ങനെയാണ് ആ സ്ഥലം നോക്കി, ആ ശരീരി കേട്ട ആ സ്ഥലം നോക്കി നടന്നത്. അവിടെ ചെന്നപ്പോൾ നിറച്ച് നെല്ലിക്ക കായ്ച്ചു കിടക്കുന്നതായി കണ്ടു. ഇതെല്ലാം തിന്ന് വിശപ്പടക്കി. അപ്പോൾ ഒരു അശരീരി കേട്ടു, ഈ സ്ഥലം ത്രിമൂർത്തികളുടെ സാന്നിധ്യം സദാ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ത്രിമു എന്ന് പറയാൻ കാരണം. നെല്ലിമരത്തിനാൽ ചുറ്റപ്പെട്ട്, ഇപ്പോൾ ചെന്നാലും കാണാം നെല്ലി മരങ്ങളാണ് അവിടെ കൂടുതൽ. അതുകൊണ്ട് ത്രിമൂർത്തിയും ഈ നെല്ലിമര വനവും കാണുകയാൽ തിരുനെല്ലി എന്ന് ഈ സ്ഥലത്തിന് നാമകരണം വരികയും ചെയ്തു. ഈ പുണ്യക്ഷേത്രത്തിൽ നിങ്ങൾ ഓരോരുത്തരും പോയി നിങ്ങളുടെ പിതൃക്കൾക്ക് വേണ്ടി ബലിയിടുക. നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കടങ്ങൾക്കും ഈ ശാപങ്ങൾക്കും മുൻജന്മ ശാപങ്ങൾക്കും പരിഹാരം ഈ ക്ഷേത്രം തിരുനെല്ലി ശ്രീ മഹാ ചതുർബാഹു വിഷ്ണു ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ബ്രഹ്മാവാണ് ഈ ക്ഷേത്രം പണിതത് എന്നും ഒരു ഐതിഹ്യമുണ്ട്. അതുകൊണ്ട് ബ്രഹ്മ തീർത്ഥം എന്നും ഇവിടെയുള്ള തീർത്ഥത്തിനൊരു പേരുകൂടെയുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ ഒരുപാട് ചൈതന്യങ്ങളും അനുഗ്രഹങ്ങളും അറിഞ്ഞവർക്ക് ഞാൻ പറയുന്നത് ചിലപ്പോൾ നിസ്സാരമായി തോന്നാം. അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും പോവുക. നിങ്ങൾക്ക് ഐശ്വര്യവൃദ്ധി വരും. അതിൻ്റെ ഒരു ഐശ്വര്യം, ആ ഭഗവാന്റെ ഒരു അനുഗ്രഹം നിങ്ങളിലൂടെ എനിക്കും ലഭിക്കും. കാരണം ഭഗവാന്റെ ഈ പുണ്യക്ഷേത്രം ചൂണ്ടിക്കാണിച്ചതിന് പാലാഴി വാസനായിരിക്കുന്ന ചതുർബാഹു ശ്രീ മഹാവിഷ്ണു ഭഗവാന്റെയും മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നിങ്ങളിലൂടെ എനിക്കും നിങ്ങൾക്കും ലഭിക്കും. നിങ്ങൾക്ക് ആ വഴി കാണിച്ചു തന്നതിനാൽ പ്രത്യേകം എനിക്കും ഭഗവാന്റെ അനുഗ്രഹം കിട്ടും. അപ്പോൾ തീർച്ചയായും എല്ലാ ഭക്തരും അവിടെ പോയി നമ്മുടെ പിതൃക്കളെ മോക്ഷപ്പെടുത്തുക, സകല ശാപങ്ങളും കഴുകിക്കളയുക. ഇത്തരം അറിവുകൾ എനിക്ക്
ലഭിച്ചത് എൻ്റെ ഗുരുക്കന്മാരിൽ നിന്നാണ്. ഇത്തരം അറിവുകൾ നിങ്ങൾക്കും വിലപ്പെട്ടതാണെങ്കിൽ അടിയൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് കുടുംബപരദേവതയായിരിക്കുന്ന കൊടുമഹാഭദ്രകാളി അമ്മയുടെ നാമത്തിൽ അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരിയോം നമഃ ശിവായ.